ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പാണ്. കണ്ടല്ലോ, പംകിൻ സൂപ്പ്, അതായത് നമ്മുടെ മത്തങ്ങയില്ലേ, മത്തങ്ങ കൊണ്ടൊരു സൂപ്പ്, ഹെൽത്തി സൂപ്പാണ്. പിന്നെ 4 സാധനങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. മത്തങ്ങ ഇതുപോലെ ചെറുതായി ക്യൂബ്സ് ആയിട്ടിരുന്ന് അരിഞ്ഞത് 1 ബൗള്, പിന്നെ ഉപ്പ് കണ്ടില്ലേ, പിന്നെ കുരുമുളക് പൊടി അത് കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ നല്ല എരിവാണ്. പിന്നെ ഒറിഗാനോ, ഇംഗ്ലീഷ് ഹെർബ്സൈഡ് ഒറിഗാനോ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ടു, ആ പംകിൻ ഫുൾ ഒരു കുക്കറിലേക്ക് ഇട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആ ബൗളിൻ്റെ ഒരു 1/4 കപ്പോളം മതിയാവും. നന്നായിട്ട് വേവിക്കണം, അത് ശ്രദ്ധിച്ചാൽ മതി. എന്നാലേ നമുക്ക് നന്നായിട്ട് അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. കഷ്ണമൊന്നും ഇല്ലാണ്ട് നന്നായിട്ടത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നന്നായിട്ട് വേവിക്കാം. ഒരു 4 വിസിൽ ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തു. സ്റ്റീം ഫുൾ പോയപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. മിക്സിയിലേക്ക് ഫുള്ളിട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും, കഷ്ണമൊന്നും പാടില്ല എന്നേ ഉള്ളൂ. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും നമുക്കിത്. ഓക്കെ, നമുക്ക് അരയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു പാന് അടുപ്പത്ത് ചൂടാകാൻ വച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒറിഗാനോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അല്ലാണ്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ക്രീമൊന്നും യൂസ് ചെയ്തിട്ടില്ല, വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഇതേ കുറച്ച് ഒറിഗാനോ, കുറച്ച് മതി കേട്ടോ. ഒരുപാടാണെങ്കിൽ ആ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കും. അത് കാരണം കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു പിഞ്ച് അത്ര മതി. ഇനി ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് മതി. പിന്നെ എരിവൊത്തിരി വേണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഇടാം. പക്ഷെ സൂപ്പിനൊന്നും അങ്ങനെ ഒരുപാട് എരിവ് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ദേ കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുള്ളൂ, ആവശ്യത്തിന്. ഒരുപാട് ഉപ്പ് വേണ്ട, നമ്മുടെ സൂപ്പിന് ആവശ്യമായ അത്ര മതി. കാരണം നമ്മൾ ഹെൽത്തി സൂപ്പാണ് അല്ലേ. നമ്മളൊരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ സൂപ്പ് കുടിക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപ്പും ഒക്കെ വാരിയിട്ട് കഴിഞ്ഞത്ര ഗുണം കിട്ടില്ലല്ലോ. ഇനി ആ മുത്തങ്ങ അരച്ചത്, ആ പ്യൂരി നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്.
കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളവും നമ്മൾ അരച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു നേരം ഇത് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളതിനൊരു പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരുപാട് സ്പൈസും പിന്നെ എന്തുവാ ഉപ്പും ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. തീരെ ഒഴിവാക്കണം എന്നല്ല, കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ അതേ പറ്റുള്ളൂ. തിളച്ച് വരുന്നുണ്ട്. കുറുകിയിട്ടില്ല, ഒരല്പം കൂടെ കുറുകാനുണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയായി. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.